ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഗംഗേനെയും ശങ്കറിനെയാണ് കാണുന്നത്. ഗംഗേ, നീ ഉറപ്പിച്ചോ? ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ട്, അതിലൊരു മാറ്റവും ഇല്ല. അത് ശങ്കർ ബായുടെ വാക്കാ. നിനക്ക് ധൈര്യമായിട്ടങ്ങ് വിശ്വസിക്കാം. എൻ്റെ ചക്കര ശങ്കു എന്ന് പറഞ്ഞുകൊണ്ട് കാവളെ പിടിച്ച് റൂം കൊടുക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഗൗരി ഇറങ്ങി വരുന്നത്. ഇത് കണ്ടപ്പോഴേക്കും ഗൗരിയുടെ ചങ്കാകെ പെടച്ചു പോയി എന്നുള്ളതാണ് സത്യം. വേഗം തന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ശങ്കറും ഗംഗയും കണ്ടു. അപ്പോൾ ഗംഗയ്ക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോയി. അപ്പോൾ ഗംഗ വേഗം, അതെ എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്, എന്നാൽ ശരി ശങ്കു എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് വതുക്കെ അവിടെ നിന്ന് വേഗം സ്കൂട്ടായിപ്പോയി ആകെ. അപ്പോൾ നേരെ നമ്മുടെ ഗൗരി ഇറങ്ങി വന്നു. ഗൗരി ഇറങ്ങി വന്നിട്ട്, കിടക്കാറായില്ലേ? ഞാനേ കൊച്ചു വാവയൊന്നും അല്ലല്ലോ, എനിക്ക് ഉറങ്ങാൻ തോന്നുമ്പോൾ ഞാൻ ഉറങ്ങിക്കോളാം, മനസ്സിലാകുന്നുണ്ടോ? നീ ഇങ്ങനെ ഉറങ്ങിയോ, പാല് കുടിച്ചോ, മാമ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഗൗരി, നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടിയില്ല. ആളാകെ തകർന്നു പോയി എന്നുള്ളതാണ് സത്യം. വേഗം തന്നെ ഗൗരി നേരെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. ഗംഗ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അപ്പോൾ ഗംഗ നേരെ റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് ചെന്നിട്ട് ഗംഗ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശു, ഞാൻ എന്ത് പണിയായി കാണിച്ചത്? ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നെക്കുറിച്ച് ആ കുട്ടി എന്തായിരിക്കുമോ ആ കുട്ടി കരുതിയിട്ടുണ്ടാവുക? മോശമായി. ശേ, എന്താ ചെയ്യുക? അപ്പോൾ ഗംഗ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ രാധാമണി അങ്ങോട്ടേക്ക് ചെല്ലണത്. കയ്യിലൊരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാണ് ചെല്ലണത്. അപ്പോൾ റൂമിലേക്ക് കയറി ചെന്നപ്പോഴും ഗംഗ ശ്രദ്ധിക്കുന്നേ ഇല്ല. ദേ പാല്, നല്ല പശുമ്പാലാ. കിടക്കുന്നതിന് മുൻപ് ഇത് കുടിച്ചിട്ടേ കിടക്കാവൂ, മറക്കരുത് കേട്ടോ. ഗംഗ മോളെ എന്ന് വിളിച്ചു. ഞാൻ ഈ രാധമ്മായി പറഞ്ഞത് വല്ലതും നീ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ല രാധമ്മായി, അമ്മായി എന്താ പറഞ്ഞത്? ഞാൻ ശരിക്കും കേട്ടില്ല. ശരി, അല്ല ഗംഗമ്മക്ക് എന്ത് പറ്റി? എന്താ? ഒന്നുമില്ല രാധമ്മായി എന്ന് പറഞ്ഞു. അതൊന്നും അല്ലല്ലോ. അങ്ങനെയല്ല. ആ ചിരി എവിടെ പോയി? ഗംഗമ്മയുടെ മുഖത്ത് എപ്പോഴും കാണാറുള്ള നല്ല ചിരി എവിടെ പോയിന്ന്? എന്താ മോളെ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, നീ കാര്യം പറ. അതെന്താണെങ്കിലും മോള് ധൈര്യമായിട്ട് രാധമ്മയോട് പറഞ്ഞോ. മോള് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ നിൻ്റെ അമ്മയോട് തുറന്നു പറയാറില്ലേ? അതുപോലെ തന്നെയല്ലേ രാധമ്മയും. എന്താ പ്രശ്നമാണെങ്കിലും ഈ രാധമ്മായി നിൻ്റെ കൂടെ തന്നെ നിൽക്കും. മോള് ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പം അത് രാധമ്മായി പറഞ്ഞോ മോളെ, നീ ധൈര്യമായിട്ട് പറയുക. രാധമ്മായി, ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ ഒരു രീതിയിലും തെറ്റിദ്ധരിച്ചെടുക്കരുത്. എൻ്റെ മനസ്സിൽ ഡാൻസിൻ്റെ ഫ്യൂഷൻ ഐറ്റം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. പ്രകൃതിയും പുരുഷനും അങ്ങനെ ഒരു കൺസെപ്റ്റാണ് മുന്നിലുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാനത് ശംഖുവായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. ശംഖു ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. എന്നിട്ട് പക്ഷേ ശംഖു അത് സമ്മതിച്ചു. അത് എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു, ഭയങ്കര സർപ്രൈസ്. ആ സന്തോഷത്തിൽ അറിയാതെ ഞാൻ ശംഖുവിൻ്റെ കവിളിലൊരു ഉമ്മ വെച്ചു പോയി. അതാണെങ്കിൽ ആ കുട്ടി അത് ഗൗരി അത് കാണുകയും ചെയ്തു. അതാ പറ്റിപ്പോയത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാധയ്ക്ക് ഭയങ്കര സന്തോഷമായി. അടിപൊളി, ഗൗരി എങ്ങനെയെങ്കിലും തുരത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം തങ്ങളുടെ വഴിക്ക് തന്നെ എത്തുന്നുണ്ട് എന്നാലോചിച്ച് ഭയങ്കര സന്തോഷത്തിലായി. രാധമ്മായി, ആ കുട്ടിക്ക് എന്നെപ്പറ്റി എന്താ തോന്നിയിട്ടുണ്ടാവുക? ഇതായിരുന്നോ ഇത്ര വലിയ കാര്യം? ഇതിനിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ? രാധമ്മായി, ഞാൻ മറ്റൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ആ കുട്ടിക്കതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അത് ചിലപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ചാലോ? ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചാലോ? മോളെ ഗംഗേ, നിങ്ങൾ രണ്ടാളും, നീയും ശങ്കറും കുട്ടിക്കാലം മുതലേ നല്ല കൂട്ടുകാരല്ലേ? എന്താ ശരിയല്ലേ? അത് ഗൗരിക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ട് അവൾ തെറ്റിദ്ധരിക്കൊന്നുമില്ല. പിന്നെ നീ ഇക്കാര്യം അവളോട് സംസാരിക്കാൻ പോയാൽ ചിലപ്പോൾ അനാവശ്യമായ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉമ്മ കൊടുക്കുന്നതിലിപ്പോൾ എന്താ ഇത്ര തെറ്റിരിക്കുന്നത്? അതൊന്നും ഒരു തെറ്റല്ല. മോള് മനസ്സിൽ മറ്റൊന്നും വെച്ചോണ്ടല്ലല്ലോ ശങ്കരൻ അതൊന്നും ചെയ്തത്. അല്ല, ഒരിക്കലുമല്ല. അപ്പോഴത്തെ ഒരു മൂഡിൽ ചെയ്തു പോയതാ. പിന്നെ എന്തിനാ ഗംഗമ്മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഗംഗമ്മോടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല രാധമ്മായി, എൻ്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നിസ്സാര കാര്യമല്ലേ?
ഇതൊന്നും ആലോചിച്ച് നീ വെറുതെ മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. നീ ആഗ്രഹിച്ചതുപോലെ ശങ്കറുമായി ചേർന്ന് നിന്റെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് എത്രയും വേഗം തുടങ്ങണം. ദേ, ഗുരുവായൂർ നിങ്ങൾ ഒരുമിച്ച് ആ പ്രോഗ്രാം അവതരിപ്പിക്കണം. എനിക്ക് ഈ രാധമ്മായിക്ക് അത് കാണുകയും ചെയ്യണം. ദേ, നീ അങ്ങനെ എന്തെങ്കിലും ഇപ്പം ചെയ്താൽ ശങ്കറിൻ്റെ മനസ്സിന് അതൊരു വല്ലാത്തൊരാശ്വാസമാകും മോളെ. അവൻ്റെ മനസ്സൊന്ന് ശാന്താവുകയും ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് രാധാമണി, ദേ ഈ പാല് കുടിച്ചിട്ട് കിടന്നോ ദാ എന്ന് പറഞ്ഞ് പാല് കൊടുത്തു. എന്നിട്ട് രാധാമണി അങ്ങോട്ടേക്ക് പോവാണ്. എന്നിട്ട് രാധാമണി, ആഹാ കൊള്ളാം, എന്താണെങ്കിലും അവളുടെ മനസ്സിൽ ഒരു കനൽ വീണിട്ടുണ്ട്, ഒരു പ്രേമത്തിൻ്റെ കനൽ. അത് ഈ രാധമ്മായിക്ക് മനസ്സിലായി. ഇനി ആ രാധമ്മായി കനൽ ഊതി ഊതി ഒരു തീയാക്കി മാറ്റിയെടുത്തോളാം. എന്താണെങ്കിലും ആ തീയിൽ ഗൗരി വെന്ത് വെണ്ണീറാവും. അവളെ ഞാൻ തീർത്ത് കളയും. അത് ആകെ കലി പൂണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഗംഗ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെയ്തു പോയത് തെറ്റാണ് എന്നൊരു തോന്നലും ഉണ്ട്. അപ്പോൾ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനോട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കുനെയും അതുപോലെ തന്നെ ഗംഗേനെയാണ്. രാവിലെ രണ്ടുപേരും ഇതേ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തിരുമേനി വന്നു പ്രസാദമൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഗംഗ പറഞ്ഞു, എല്ലാം മംഗളമായിട്ട് വരൂ കേട്ടോ. ദേ തിരുമേനി, ഇന്നൊന്ന് തുടങ്ങി വെക്കുക. ആയിക്കോട്ടെ, ഇന്ന് നല്ല ദിവസമാണ്. ഐശ്വര്യമായിട്ട് ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് രാഹുകാലത്തിന് മുൻപ് തന്നെ തുടങ്ങി വെച്ചോളൂ എന്ന് പറഞ്ഞു. ഗംഗേ, നല്ലോണം പ്രാർത്ഥിച്ചോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും തൊഴുതൊക്കെ പ്രാർത്ഥിച്ചിട്ട് വരുവാണ്. അല്ല, ഇടയ്ക്കിടെയും ഡാൻസിൻ്റെയും കാര്യം മാത്രമേ നീ എന്നോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ശരിക്കും എന്തിട്ടാണ് നിൻ്റെ കറക്റ്റ് പ്ലാൻ ഒന്ന് പറഞ്ഞേ. എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയണത് പ്രണയമാണ്, മഹാദേവൻ്റെ പ്രണയം. അത് പൊളിച്ചല്ലോ. മഹാദേവനും പാർവതീ ദേവിയും തമ്മിലുള്ള ആ പ്രണയം നല്ല സൂപ്പറാട്ടോ നിൻ്റെ കൺസെപ്റ്റ്. മഹാദേവൻ്റെ പ്രണയമാണ്, പക്ഷേ ഒരിക്കലും പാർവതീ ദേവിയോടുള്ള മഹാദേവൻ്റെ പ്രണയമല്ല. പക്ഷേ നമ്മുടെ മഹാദേവൻ്റെ പ്രണയം എന്നും പാർവതീ ദേവിക്ക് സ്വന്തമാണ് എന്നറിഞ്ഞിട്ടും മഹാദേവനെ പ്രണയിക്കുന്ന ഗംഗ, അതാണ് തനിക്കൊരിക്കലും മഹാദേവനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗംഗ പ്രണയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സ്വന്തമാക്കാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് ഒന്നിനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ പ്രണയം എത്ര തീവ്രമായിരിക്കും അല്ലേ, എത്ര അമൂല്യമായിരിക്കും. അതാണ് എൻ്റെ കൺസെപ്റ്റ്. നീ പറഞ്ഞ ആംഗിളിൽ ദേ ഈ വടക്കുന്നാഥൻ്റെ ഒടുക്കത്തെ ഫാനായ ഈ ഞാൻ വരെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അത് നിൻ്റെ കുറ്റമല്ല ശങ്കു. അതെന്താണെന്നറിയോ, പാർവതീദേവിയുടെ പ്രണയമല്ലേ എല്ലാവരും കാണുന്നുള്ളൂ. തിരിജടയിൽ ഒളിപ്പിച്ചു വെച്ച ഗംഗയുടെ പ്രണയം ആരും കാണാറില്ലല്ലോ. അത് ഒളിപ്പിച്ചു വെച്ച പ്രണയമല്ലേ. അങ്ങനെ പറയരുത് കേട്ടോ. വടക്കുന്നാഥൻ നിനക്കിപ്പോൾ ഗംഗയെ കാണിച്ചു തന്നില്ലേ? നിനക്കെന്താ ശങ്കു തോന്നണത്? വടക്കുന്നാഥന് ആരോടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രണയം തോന്നിയിട്ടുണ്ടാകുക? നീ പറയേ, പാർവതീദേവിയോടോ അതോ ഗംഗയോടോ? നീ പറ. അതൊരു കുഴപ്പിക്കണ ചോദ്യം തന്നെയാട്ടോ. നിനക്കതിൻ്റെ ഉത്തരം അറിയോ? ഞാനതിൻ്റെ ഉത്തരം തേടിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ കൃത്യമായിട്ട് ഗംഗയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ പ്രണയത്തിൻ്റെ തീവ്രത മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും അല്ലേ? അല്ല, അപ്പം നമ്മുടെ പ്ലാൻ എന്തുട്ടാ? അത് നീ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ക്ഷേത്രനടയിൽ വെച്ച് തന്നെ നമുക്കൊന്ന് തുടങ്ങി വെക്കാം. എങ്ങനെയാണെങ്കിൽ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ രാഹുകാലം മുന്നത്തിന് തന്നെ അങ്ങ് തുടങ്ങാന്നേ എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഇത് ഇടയ്ക്ക് കുട്ടി പാടി അതിനനുസരിച്ച് ഗംഗ ഡാൻസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും. അപ്പം ഭയങ്കര ഇതായിട്ട് അവർ രണ്ടുപേരും ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശങ്കുവിൻ്റെ മനസ്സൊന്ന് ശാന്തമായി ഗംഗ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. പിന്നെ കാണുന്ന ചാരങ്ങാട്ട് വീട്ടിലാണ് കമലയും അതുപോലെ തന്നെ ഗൗരിയും അവിടുത്തെ ജോലിക്കാരിയും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ. അപ്പോൾ ഗൗരി പറയാണ്, ഞാൻ ചെയ്തോളാം കമലയുടെ ഇങ്ങ് മാറിക്കോ. നീ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിതെങ്ങനെയാണ് നോക്കി നിൽക്കണത്, ഞാനിവിടെ സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി അവിടെ അടുത്ത് വന്നിട്ട്, ഇതുവരെ പച്ചക്കറി കഴിഞ്ഞില്ലേ? കൈക്ക് എന്തോ ഒരു വേദന. ജോലി ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കാണുമല്ലോ, ഞാൻ ചെയ്തോളാം. കമല അങ്ങോട്ടേക്ക് വന്നിട്ട്, നീ ആ വെജിറ്റബിൾസ് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ അരിയാം, നീ ആ കറി നോക്കിക്കോ എന്ന് പറഞ്ഞു ഗൗരിയോട്. അപ്പോൾ ഗൗരി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാധാമണി അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ട്, ഇതുവരെ കിച്ചണിലെ പണി കഴിയാറായില്ലേ? കഴിയാറായി എന്ന് പറഞ്ഞു.
ഇതെന്താ ഉണ്ടാക്കുന്നത്? അതോ തേങ്ങ വറുത്തരച്ച ഒരു കറിയാ. ഇതൊന്നും ഗംഗമ്മക്ക് ഇഷ്ടാവില്ല എന്ന് ഉടനെ പറഞ്ഞു. ശങ്കറിന് ഈ കറി വലിയ ഇഷ്ടമാണമ്മേ എന്ന് ഉടനെ കമല പറയാണ്. അതെ കമലേ, ശങ്കറിൻ്റെ ഇഷ്ടങ്ങൾ നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാട്ടോ. ഗംഗമ്മക്ക് എന്താണോ ഇഷ്ടം അതാണ് ശങ്കറിൻ്റെ ഇഷ്ടം. അപ്പോൾ ഗൗരിക്കിട്ടൊരു പണി കൊടുക്കുകയാണ് നമ്മുടെ രാധാമണി അവിടെ ചെന്ന് നിന്നിട്ട്. ശങ്കറും ഗംഗമ്മോളും പ്രാക്ടീസിന് പോയിരിക്കുകയല്ലേ, അവർക്ക് കഴിക്കാനായിട്ട് ഇതൊന്നും പോരാ, എന്തായാലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അല്ല അമ്മ, സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന് അമ്മ ഇതുവരെ പറഞ്ഞിരുന്നില്ലല്ലോ. ഇതൊന്നും പറഞ്ഞിട്ട് വേണ്ടല്ലോ ചെയ്യാനായിട്ട്, ഇതൊക്കെ കണ്ടറിഞ്ഞ് വേണ്ടേ ചെയ്യാൻ. പിന്നെ അത് എന്നാൽ അമ്മ എന്താ വേണ്ടാന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. വേണ്ട, അതൊന്നും വേണ്ട. നീ ഉണ്ടാക്കുന്ന കറികളൊന്നും ചിലപ്പോൾ ഗംഗമ്മോക്കൊന്നും അതൊന്നും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, അതുകൊണ്ട് അത് വേണ്ട. ഗംഗമ്മോക്ക് മട്ടൻ കറി വലിയ ഇഷ്ടമാണ്, അത് ഉണ്ടാക്കേണ്ട വിധം ഞാൻ നിനക്ക് പറഞ്ഞു തരാം, അതുപോലെ ഉണ്ടാക്കണം എന്ന് ജോലിക്കാരോട് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, നീ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത്രയ്ക്ക് രുചി ഉണ്ടാവില്ല, ഞാൻ തന്നെ ഉണ്ടാക്കാം. എൻ്റെ മോൻ്റെ മനസ്സറിഞ്ഞ പെരുമാറുന്ന പെണ്ണ ഗംഗ, അവൾക്കുള്ള ആഹാരം എൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണം, അതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു. എൻ്റെ മരുമോളായിട്ട് ഈ വീട്ടിലേക്ക് വരേണ്ട കുട്ടിയായിരുന്നു അവള്. എങ്കിലെൻ്റെ ശങ്കർ എത്രമാത്രം സന്തോഷത്തോടെ ജീവിച്ചേനെ. എന്തോ ഭാഗ്യദോഷത്തിന് എന്ത് ചെയ്യാൻ, അവൻ്റെ ജീവിതം ഈ വിധത്തിലായിപ്പോയി എന്നൊക്കെ പറയണം. അപ്പോൾ ഗൗരി ഇത് കേട്ടോണ്ട് നിൽക്കാം. ഒന്നും അങ്ങനെ അവസാനിച്ചിട്ടൊന്നുമില്ല, എല്ലാം തുടങ്ങാൻ സമയമുണ്ട്. ദൈവാനുഗ്രഹമുണ്ട് എങ്കിൽ എല്ലാം പഴയപടി തന്നെയാവും, എല്ലാം ആകണം. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയും ഉണ്ട് എന്ന് പറഞ്ഞ് ഗൗരി ഒന്ന് നോക്കി. ഗൗരി ഒന്നും മിണ്ടിയില്ല. അതെ എൻ്റെ പൊന്നോ, അവൻ സമാധാനമായിട്ടൊന്ന് ഉറങ്ങുന്ന കണ്ടിട്ട്, അവനൊന്ന് ജീവിക്കുന്ന കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു എന്ന് വീണ്ടും രാധാമണി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ആകെ സങ്കടപ്പെട്ട ഗൗരി നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ കമല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കമലേ, നിൻ്റെ മേഡം പോയ സ്ഥിതിക്ക് നീ പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീയും പുറകെ പോയിക്കൂടെ? ഞാൻ പറയുന്നതൊക്കെ കേട്ട് അത് കൃത്യമായിട്ട് നിൻ്റെ മേഡത്തിൻ്റെ ചെവിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണോ? നീ അവളോട് ഒരു കാര്യം നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തേരെ കേട്ടോ കമലേ. ഇത്രയും നാളും അവൾക്ക് ഒരു എതിരാളി ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൾക്കൊരു എതിരാളി വന്നിട്ടുണ്ട്, എൻ്റെ ഗംഗമോള്. അതുകൊണ്ട് അവളോടൊന്ന് സൂക്ഷിക്കാൻ പറ. ഗൗരിയുടെ കഷ്ടകാലം തുടങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭർത്താവ് ഭാര്യയെ വെറുത്തു തുടങ്ങിയ പിന്നെ മനസ്സിലിടവുണ്ടാവില്ല, പിന്നെ ആ മനസ്സിൽ കൊള്ളാവുന്ന പെൺകുട്ടികൾ കയറിയിരിക്കും. അത് ഇവിടെയും അത് തന്നെ സംഭവിക്കും. അവളോട് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. കമലയും നേരെ കിച്ചണിൽ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. ഗൗരി, അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ, അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. കമലെടുത്തി, ഞാൻ ശങ്കറിൻ്റെ ഭാര്യയാണ്, അത് മനഃപൂർവ്വം മറന്നതുപോലെയാ അമ്മയുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും. അത് ഓർക്കുമ്പോഴാണ് എനിക്കും ശങ്കറിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പറഞ്ഞു തിരുത്തി ഞങ്ങളെ നന്നായി ജീവിക്കുന്നത് കാണാനല്ലേ അമ്മ ആഗ്രഹിക്കേണ്ടത്. ഗൗരി, അമ്മ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. നിന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട്. കമലെടുത്തി, എൻ്റെ ഭാഗത്തോ? അതെ, തീർച്ചയായിട്ടും ഇല്ലയെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? കമലെടുത്തി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീയും ശങ്കറും എത്ര സന്തോഷത്തോട് കഴിഞ്ഞതാ. അതിനിടയിലേക്ക് മരിച്ചുപോയ ധ്രുവൻ്റെ പേര് വലിച്ചിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? കമലെടുത്തി, ധ്രുവൻ മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട് കമലെടുത്തി. ഞാൻ കണ്ടത് ധ്രുവൻ്റെ പ്രേതത്തിനെയൊന്നും അല്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നോട് യോജിക്കാൻ പറ്റണില്ല ഗൗരി. ഏട്ടത്തിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. ഇന്ന് വരെ ഇങ്ങനൊരു എന്തെങ്കിലും കാര്യത്തിന് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടോ? ധ്രുവനെ ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ, സത്യമാണ് ഞാനീ പറയണത്. എൻ്റെ കണ്ണുകൾ ഒരിക്കലും എന്നെ ചതിക്കില്ല. ഗൗരി, ഞാൻ നിന്നെ വിശ്വസിക്കാം, പക്ഷേ ശങ്കർ നിന്നെ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ? എനിക്കറിയില്ല കമലെടുത്തി എന്ന് പറഞ്ഞു. ധ്രുവൻ ജീവനോടെ ഉണ്ട് എന്ന സത്യം നീ തെളിയിക്കും എന്ന ശങ്കറിനോട് പറഞ്ഞതല്ലേ, പക്ഷേ നിന്നെ കൊണ്ടതിന് കഴിഞ്ഞില്ലല്ലോ. എനിക്കതിന് കഴിയില്ല. ഗൗരി, നീ എന്താ ഈ പറയുന്നത്? സത്യമായിട്ടത്തി ഞാൻ ഈ പറയണത്. ആ സത്യം തെളിയിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. ഒരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ തന്നെ തോൽവി സമ്മതിക്കുകയാണോ? ഇവിടെ തോൽവി സമ്മതിക്കുന്നത് തന്നെയാണ് നല്ലത്. ഗൗരി,
ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം തെളിയിക്കാനുള്ള യാതൊരു ശ്രമവും നീ നടത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നിട്ട് നീ പറയുന്നു തോൽവി സമ്മതിച്ചു എന്ന്. എനിക്കും മനസ്സിലാവുന്നില്ല, എന്താ ഗൗരി നീ ഉദ്ദേശിക്കുന്നത്? കമലേടത്തി, ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതെൻ്റെ തോന്നലൊന്നുമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് തെളിയിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടാനുണ്ടാവുന്ന അപകടത്തെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് കമലേടത്തി. കമലേടത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ധ്രുവൻ ജീവനോടെ ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചാൽ ശങ്കർ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് കമലേടത്തിക്ക് തോന്നുന്നുണ്ടോ? ധ്രുവൻ എന്നോട് ചെയ്തതൊന്നും ഒരിക്കലും ശങ്കറിന് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല. ശങ്കറിൻ്റെ കൈ കൊണ്ടായിരിക്കും പിന്നെ ധ്രുവൻ്റെ യഥാർത്ഥ മരണം സംഭവിക്കുന്നത്. അങ്ങനെ എനിക്കെൻ്റെ ശങ്കറിനെ ഞങ്ങളുടെ നല്ല ജീവിതവും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാ ഒന്നും തെളിയിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നത്. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായേ. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിൻ്റെയും ശങ്കറിൻ്റെയും ജീവിതം എന്തായി തീരും? അതോർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ശങ്കറിൻ്റെ തെറ്റിദ്ധാരണ എങ്ങനെ മാറും? അതിനെക്കുറിച്ചൊക്കെ നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കമലേടത്തി, ഇവിടെ ഞാൻ നിസ്സഹായിയാണ്. എന്താണെന്ന് വെച്ചാൽ സത്യം എന്താണെന്ന് ശങ്കറിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇനി എന്ത് ചെയ്യും മോളെ? വടക്കുനാഥനാണ് ഞങ്ങളെ ഒരുമിപ്പിച്ചത്. എനിക്കും ശങ്കറിനിടയിലുള്ള കരട് മാറ്റിത്തരാനും വടക്കുനാഥൻ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തിത്തരും. അതെനിക്ക് നന്നായി ഉറച്ച വിശ്വാസം തന്നെയുണ്ട്. വടക്കുനാഥനുള്ള ആ ഉറച്ച വിശ്വാസമാണ് കമലേടത്തി എന്നെ ഇപ്പം മുന്നോട്ട് നയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ തോറ്റുപോവാൻ എൻ്റെ വടക്കുനാഥൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഗൗരി ഭയങ്കര ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.